വിദ്യാർത്ഥി സംഘടനകൾ അടക്കം നടത്തിയ പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഇയർ ബാക്ക് തൽക്കാലത്തേക്ക് നടപ്പാക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. 2024 ബാച്ചിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഉന്നയിച്ച ആശങ്കകൾ പരിഗണിച്ചാണ് ഇയർ ബാക്ക് സംവിധാനം താൽക്കാലികമായി പിൻവലിച്ചതെന്ന് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരുന്നു. KTU ഇയർ ബാക്ക് പിൻവലിച്ചിട്ടും ഓട്ടോണോമസ് അധികാരത്തിന്റെ പിൻബലത്തിൽ പല കോളേജ് മാനേജ്മെന്റുകളും പിടിവാശി തുടരുന്നുവെന്നുള്ളതാണ് ആരോപണം. ഗോപാൽ ശീലാസനൽ ചേരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി. ഗോപാൽ, ഇങ്ങനെ ഇയർ ബാക്ക് താൽക്കാലികമായി പിൻവലിക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് ഒരു സർവകലാശാല എത്തുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടായിരിക്കും? 4-5 വിദ്യാർത്ഥികൾ വന്ന് പറഞ്ഞ് അങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു വിഷയമായിരിക്കില്ലല്ലോ അത് കൃത്യമായ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ, നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ പക്ഷം ബോധ്യപ്പെട്ടിട്ടായിരിക്കുമല്ലോ ഒരു തീരുമാനമെടുക്കുക. അപ്പൊ എങ്ങനെയാണ് കോളേജുകൾക്ക് ഓട്ടോണോമസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായി ആ തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയുക? ഓട്ടോണോമസ് എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാമെന്നാണോ അർത്ഥം? ശരിക്കും അങ്ങനെയല്ല അതിന്റെ അർത്ഥം. പക്ഷെ പലരും അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് എന്തും ചെയ്യാം, ഞങ്ങൾക്ക് എന്തുമാകാം, ഞങ്ങൾ എന്തുമൊക്കെ അങ്ങ് ചെയ്തു കളയുമെന്ന തരത്തിലേക്ക് എടുക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന്റെ ഏറ്റവും അവസാന തരവാണ് കോതമംഗലം MA കോളേജിൽ നടന്നിരിക്കുന്ന ഈ സംഭവം. സാങ്കേതിക സർവകലാശാലയിൽ കഴിഞ്ഞ 2 വർഷങ്ങളായി, കഴിഞ്ഞ വർഷമാണ് അതിന് തൊട്ട് മുമ്പത്തെ വർഷം 24-25 അക്കാദമിക് വർഷം, 25-26 അക്കാദമിക് വർഷം, 26-27 അക്കാദമിക് വർഷം, ഈ വർഷങ്ങളിലാണ് ഇയർ ബാക്ക് സംവിധാനം താൽക്കാലികമായി ഒഴിവാക്കാനുള്ള തീരുമാനമെടുക്കുന്നത്. അത് ഒരൊറ്റ ദിവസത്തെ ഒരു പരാതി കൊണ്ടോ 1-2 വിദ്യാർത്ഥികൾ വന്ന് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചതുകൊണ്ടോ അല്ല. അത് കൃത്യമായ മാസങ്ങൾ നീണ്ട സമരങ്ങൾ, വിദ്യാർത്ഥി സംഘടനകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകളൊക്കെ പരിഗണിച്ച് പല തലങ്ങളിലുണ്ടായ ചർച്ചകളുടെയും സമരങ്ങളുടെയും ഭാഗമായിട്ടാണ് ആ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഏറ്റവും അവസാനമായി ഏതാണ്ട് ഒരാഴ്ച തികച്ചാകുന്നില്ല ഈ അക്കാദമിക വർഷത്തെ ഇയർ ബാക്ക് സംവിധാനം ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവ് സാങ്കേതിക സർവകലാശാല പുറത്തിറക്കിയിട്ട് അതിലും SFIയും KSUവും ASFും അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ വലിയ പങ്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇയർ ബാക്ക് സംവിധാനം ഇത്ര ഭീകരമാണോ എന്ന് ചോദിച്ചാൽ അത് ഭീകരമാകാനുള്ള കാരണം ഈ 4 സെമസ്റ്ററുകൾ, ആ 4 സെമസ്റ്ററുകളിലേക്കായി സാങ്കേതിക സർവകലാശാലയിൽ ഒരു വിദ്യാർത്ഥി മൊത്തം 18 ക്രെഡിറ്റ് സ്കോറുകൾ നേടേണ്ടതായിട്ടുണ്ട്. അത് ഓരോ വിഷയങ്ങൾക്കനുസരിച്ചായിരിക്കും ക്രെഡിറ്റ് സ്കോറിന്റെ അളവ്. ചില വിഷയത്തിന് 2 ആയിരിക്കാം, ചിലതിന് 4 ആയിരിക്കാം, ചിലപ്പോൾ അതിന് മുകളിലുമൊക്കെ ആയിരിക്കാം. ആ ക്രെഡിറ്റ് സ്കോർ നേടി 18 ക്രെഡിറ്റ് സ്കോർ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ 5ാമത്തെ സെമസ്റ്ററിലേക്ക് പഠിക്കാൻ പോകാൻ കഴിയുള്ളൂ. അങ്ങനെ 18 കിട്ടാത്ത വിദ്യാർത്ഥികൾ തങ്ങളുടെ ജൂനിയർ ബാച്ചിന്റെ കൂടി ഒരിക്കൽ കൂടി ഇരുന്ന് പഠിച്ച് അവർ ആ ക്രെഡിറ്റ് സ്കോർ അച്ചീവ് ചെയ്തതിനു ശേഷം 1 വർഷം താഴെയായി മാത്രമേ അടുത്ത സെമസ്റ്ററിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ശരിക്കും അങ്ങനെയല്ലേ പോകേണ്ടത്? അത് വിദ്യാർത്ഥികളുടെ പഠിക്കാൻ വിട്ടാൽ പഠിക്കേണ്ടതല്ലേ എന്ന ചോദ്യം ഉന്നയിക്കുന്നവരോടാണ്. ഇവിടെ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് സാങ്കേതിക സർവകലാശാലയിൽ. അതെന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായി പരീക്ഷകൾ നടക്കാത്തത് കൊണ്ടും പരീക്ഷകളുടെ റിസൾട്ടും ഫലപ്രഖ്യാപനവും ഒന്നും സമയബന്ധിതമായി കൃത്യമായി നടന്നു പോകാത്തത് കൊണ്ടും പലപ്പോഴും ഇതിന്റെ ഈ ഒരു അക്കാദമിക് കലണ്ടർ വല്ലാതെ താളം തെറ്റാറുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ മേലിലേക്ക് പലപ്പോഴും സമ്മർദ്ദം വരുന്നു. സപ്ലിമെന്ററി പരീക്ഷകൾ കൃത്യമായി ഫലപ്രഖ്യാപനം നടക്കുന്നില്ല, റീവാലുവേഷന്റെ ഫലപ്രഖ്യാപനം കൃത്യമായി വരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മൂലം പലപ്പോഴും വിദ്യാർത്ഥികൾ സമ്മർദ്ദത്തിൽ പെടുന്നു. വിദ്യാർത്ഥികൾക്ക് ഇനിയിപ്പോ സപ്ലിമെന്ററിക്ക് അപേക്ഷിക്കണമോ, റീവാലുവേഷൻ ചെയ്താൽ ചിലപ്പോൾ ജയിച്ചേക്കുമോ എന്ന തരത്തിലേക്കൊക്കെ സംശയങ്ങൾ ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ വിദ്യാർത്ഥികൾ ബാങ്ക് ലോൺ എടുത്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് കരുതുക. ആ ബാങ്ക് ലോൺ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥി ഇയർ ബാക്ക് ആവുകയാണ്, അല്ലെങ്കിൽ 18 ക്രെഡിറ്റ് സ്കോർ കിട്ടാതെ അയാൾ പിന്നിലേക്ക് പിന്തള്ളപ്പെടുകയാണെങ്കിൽ അയാളുടെ ബാങ്ക് ലോൺ അവിടെ റദ്ദാക്കപ്പെടും. ആ ബാങ്ക് ലോൺ ഇതുവരെ എടുത്ത തുക മുഴുവൻ അടിയന്തരമായി തിരിച്ചടയ്ക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാവും. അത് ഈ വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളെയും ഒക്കെ വലിയ തരത്തിലേക്ക് സാമ്പത്തികമായി കൂടി ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. ഇത്തരം എല്ലാ വശങ്ങളും, അതായത് അതിന്റെ സാമ്പത്തിക വശമുണ്ട്, വിദ്യാർത്ഥികളുടെ സമ്മർദ്ദങ്ങളെ സംബന്ധിച്ച സൈക്കോളജിക്കൽ സൈഡുണ്ട്, അതുകൂടാതെ അക്കാദമികപരമായി വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ഈ പരീക്ഷാ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഏതാണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സർവകലാശാല ഇത്തരത്തിലേക്ക് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ അത് ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ ഓട്ടോണോമിക്കാരാണ് എന്ന് കരുതി കോതമംഗലം MA കോളേജ് പോലെയുള്ള കോളേജുകൾ ഇത്തരത്തിൽ നടപ്പിലാക്കുകയാണ്. MA കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. MA കോളേജ് ഈ ക്രെഡിറ്റ് സ്കോറിൽ മാത്രമല്ല പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഓട്ടോണോമി വന്നതിന് പിന്നാലെ ITIക്ക് സമാനമായ സിലബസ് ആണ് ഇവിടെ പരിഷ്കരിച്ചിരിക്കുന്നത്. ഈ 22 അങ്ങനെ ഒരു കോളേജിന് മാത്രമായി പ്രത്യേകമായ ഒരു സിലബസ് അല്ലെങ്കിൽ പ്രത്യേകമായ രീതികൾ അതെങ്ങനെ ഏകപക്ഷീയമായി എടുക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഗോപാൽ, ആ കോളേജുമായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനങ്ങൾ അടക്കം വിശദീകരിക്കുകയായിരുന്നു. പ്രേക്ഷകരടക്കം ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. കോളേജിൽ ഉണ്ടാകുന്ന ചൂഷണങ്ങളെ കുറിച്ച് പ്രേക്ഷകർ ഒരുപാട് കമന്റുകൾ ഇടുന്നുണ്ട്. നോക്കൂ, മറുനാട്ടിലുള്ള ഒരു ഇതര സംസ്ഥാനക്കാരായ ഒരു കുടുംബം
മകൻ പഠിച്ച് മിടുക്കനായി തിരിച്ചു വരുമെന്ന് കാത്തിരുന്ന ഒരു കുടുംബത്തിനാണ് ആ മകന്റെ മൃതശരീരം ഏറ്റുവാങ്ങാനായി ഇന്ന് കേരളത്തിലേക്ക് വരേണ്ടി വരുന്നത്. അവരുടെ വേദന എത്രയാണെന്ന് ആലോചിക്കണം. അതിന്റെ ഉത്തരവാദിത്തം ആ കോളേജിനുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ മനോവിഷമത്തിലാണ് ആ വിദ്യാർത്ഥി മരണപ്പെട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിൽ പ്രതികളാകാൻ പോകുന്നവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം. ഈ ക്യാമ്പസുകളെല്ലാം ഓട്ടോണോമി എന്ന് പറഞ്ഞുകൊണ്ട് എന്തും ചെയ്യാമെന്നുള്ളതല്ല.